ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കാംറ്റേഷ്യയിൽ ഡിസ്കസ് ചെയ്യാനുള്ള വിഷയം എന്ന് പറയുന്നത് തീമാണ്. ഓക്കെ, തീം മാനേജ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ തീം? ഇത് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിൽ അതുപോലെ തന്നെ ഡിസൈനിങ് സോഫ്റ്റ്വെയറിലൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ളവർ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, അപ്പോൾ തീം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ടൈം ഒന്ന് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഡിഫോൾട്ടായിട്ട് കാംറ്റേഷ്യക്കകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. ഓക്കെ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എഴുത്ത് എഴുതുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അനോട്ടേഷൻസ് എടുക്കുന്നു, അതിനുശേഷം ഒരു ബോക്സ് എടുത്തിട്ട് ഇവിടെ തന്നെ വരയ്ക്കുന്നു. ഇത് വരയ്ക്കുമ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്താണ് വന്നിരിക്കുന്നത്? വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടും അതിനകത്ത് ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു എഴുത്തിൻ്റെ കളറും. അതുപോലെ തന്നെ ഇതിൻ്റെ എഴുത്തിൻ്റെ സ്റ്റൈൽ എന്താണെന്ന് നോക്കിയേ, മോൺസെറാട്ട് എന്ന് പറയുന്ന എഴുത്താണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റും. ഓക്കെ, അതായത് നമുക്ക് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ നമ്മളിതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കളർ ഞാൻ ഒരു ഗ്രീൻ കളറാക്കി. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ റോബോട്ടോ എന്നുള്ള ഫോണ്ട് എടുത്തു. അതുപോലെ തന്നെ എഴുത്തിൻ്റെ കളർ ഞാൻ ഒരു ഓഫ് വൈറ്റ് കളറാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഹെഡിങ് ഒന്ന് മാറ്റി നമുക്ക് എഴുതാം. ഓക്കെ, ഞാൻ വെൽക്കം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ വീഡിയോ തുടർന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വീണ്ടും വല്ല ഹെഡിങ്ങുകളൊക്കെ എഴുതേണ്ടി വരും. അതും ഇതേ സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പച്ച ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ എഴുത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന റോബോട്ടോ, എഴുത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഓഫ് വൈറ്റ് കളറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പണി വീണ്ടും എടുക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സമയം അവിടെ പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതാൻ പോകുന്ന ഹെഡിങ്ങുകൾ, ഓക്കെ, അല്ലെങ്കിൽ എഴുത്തുകൾ, അതുപോലെ തന്നെ ഞാൻ വരയ്ക്കുന്ന ബോക്സുകൾ, ഇതിനൊക്കെ വേണ്ട കളറുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ എഴുത്തിൻ്റെ സ്റ്റൈൽ ഏതാണ് വേണ്ടത്? ഓക്കെ, എഴുത്തിൻ്റെ കളർ ഏതാണ് വേണ്ടത്? ഇതൊക്കെ തീരുമാനിച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് തീമുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, തീംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നേരത്തെ കുറച്ച് തീമുകളുണ്ട്, കണ്ടോ? തീം അവിടെ കണ്ടോ, മൈ തീം 1, T1, ഡിഫോൾട്ട് എന്നിങ്ങനെ കാണാൻ പറ്റും. ഇതിൽ ഈ രണ്ടെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്, വെറുതെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ഡിഫോൾട്ടാണ്. ഡിഫോൾട്ട് ക്ലിക്ക് ചെയ്ത് നോക്കൂ, കണ്ടോ? എഴുത്തിൻ്റെ സ്റ്റൈലൊക്കെ എന്തായി? കണ്ടോ, മോൺസെറാട്ട് എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്ത് വന്നു. ഓക്കെ, ഡിഫോൾട്ട്. അതുപോലെ തന്നെ മൈ തീം 1 ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ മാറ്റം വരുന്നത് കണ്ടില്ലേ? അതുപോലെ തന്നെ T1 ക്ലിക്ക് ചെയ്ത് നോക്കൂ, കണ്ടോ മാറി. അപ്പോൾ ഞാനിവിടെ T1 എന്ന് പറയുന്ന തീമിൽ സെറ്റ് ചെയ്ത് എന്താണെന്ന് അറിയോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതായിരിക്കണം, എഴുത്തിൻ്റെ കളർ വെള്ളയായിരിക്കണം, എഴുത്തിൻ്റെ സ്റ്റൈല് റോബോട്ടോ ആയിരിക്കണം. ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് T1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരുന്നത്. അപ്പോൾ T1 എന്ന് പറയുന്നത് എൻ്റെ ഒരു തീമാണ്, എൻ്റെ ഒരു സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതാണ് നമ്മൾ ഇന്നത്തെ പ്രധാന ചർച്ച ചെയ്യുന്ന വിഷയം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് സമയം ലാഭിക്കാം, മെയിൻ അതാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളുടേതായ ഒരു സ്റ്റൈല് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് കൊണ്ടുവരാം. ഡിഫോൾട്ടായിട്ടുള്ളത് യൂസ് ചെയ്യുന്നതിൽ എനിക്ക് തീരെ ഒരു അഭിപ്രായമില്ല. ഓക്കെ, നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി വേണം. ഓക്കെ, അത് ഞാൻ എഴുതുന്ന ഹെഡിങ്ങുകളൊക്കെ എപ്പോഴും ഒരേ സ്റ്റൈല്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇതിനു മുന്നേ ചെയ്ത എല്ലാ വീഡിയോസിലും എഴുത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്ന റോബോട്ടോ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ടാണത്, റോബോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മുന്നിലുള്ള കാംറ്റാസിയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയേ, അതിനകത്തൊക്കെ റോബോട്ടോ ഫോൺസാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Alt+F+T ആണ്. Alt+F+T. എഫ് മീൻസ് ഫയൽ, ടി മീൻസ് തീം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫയലിനും എടുക്കാം കേട്ടോ. ഇത് ഫയലിനകത്ത് ഇത് കാണാം, മാനേജ് തീംസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത തീമുകളും നമ്മുടെ ഡിഫോൾട്ട് തീമും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഡിഫോൾട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കൊള്ളുക, ഡിഫോൾട്ട് തീമാണിത്. ഇത് തന്നെ നമുക്ക് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലും ഇവിടെ കാണാം. കണ്ടോ, അങ്ങനെ മാറ്റി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഡിഫോൾട്ട് തീമിൻ്റെ പ്രത്യേകത ഇതാണ്, എന്ത് എഴുതി കഴിഞ്ഞാലും അതിൻ്റെ എഴുത്തിൻ്റെ കളർ വെള്ളയായിരിക്കും.
ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പച്ചയായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ഉള്ള എന്തെങ്കിലും ഒരു അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബോക്സൊക്കെ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഒക്കെ എന്താണ് ഡിഫോൾട്ട് തീം എന്ന് പറയുന്നത് എന്താണ് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ താഴെ നമ്മൾ എന്തെങ്കിലും ഒരു ബോക്സൊക്കെ ഇട്ട് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡാർക്ക് ഗ്രേയും ലൈറ്റ് ഗ്രേയും സൈഡിൽ ഇതുപോലെ ബോക്സൊക്കെ ഉള്ള ഒരു ലോവർ തേർഡൊക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽ ഇതാണ്. ഇനി നമുക്കിതാ മൈ തീം 1 ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ മാറി. അതുപോലെ തന്നെ T1 ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ വീണ്ടും മാറി. ഇങ്ങനെ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പ്ലസ് ആണ് അടിക്കുക. നേരത്തെ ഉള്ളതിൻ്റെ പേര് മാറ്റാനോ ഡിലീറ്റ് ചെയ്യാനോ ആണെങ്കിൽ ഇവിടെ റീനെയിം T1 കാണാം, അതുപോലെ തന്നെ ഡിലീറ്റ് കാണാം. തീമിൻ്റെ പേര് മാറ്റാനും ഡിലീറ്റ് ചെയ്യാനാണ് കേട്ടോ. ആണെങ്കിൽ നമുക്ക് T1 എന്നുള്ളതിൻ്റെ പേര് മാറ്റാം അല്ലേ. റീനെയിം T1 എടുത്തിട്ട് പേര് മാറ്റി കൊടുക്കാം. ഓക്കെ, പേര് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതാ തീം. ഓക്കെ, തീം 1 2 3 എന്നെങ്ങാനും കൊടുത്തു. ദെൻ ഓക്കെ അടിച്ചു. തീമിൻ്റെ പേര് ഇവിടെ മാറിയിട്ടുണ്ടാകും. ഓക്കെ, ആ പേരായിരിക്കും പിന്നെ നമുക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾ വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് സെൻറ്ററിൽ വെച്ചു. ആ പേരായിരിക്കും നമുക്ക് ഇവിടെ കാണുന്നുണ്ടോ, തീം 1 2 3 കണ്ടോ. അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ അതിൻ്റെ സ്റ്റൈൽ മാറിയണ്ടില്ലേ. ഓക്കെ, ഇതൊരു ബോക്സ് ഉള്ളതാണെങ്കിലോ ഇങ്ങനെ വെച്ചു. തീം 1 2 3 അടിച്ചു നോക്കി കണ്ടോ, അതിൻ്റെ സ്റ്റൈൽ മാറിയണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന തീം ഏത് സ്റ്റൈലിൽ വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുന്നതാണ് ഇവിടെ മാനേജ് തീം. ഓക്കെ, നമുക്ക് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അല്ലെ, ക്രിയേറ്റ് ന്യൂ തീം ക്ലിക്ക് ചെയ്തു, പേര് കൊടുക്കാം. ഓക്കെ, പേര് ഞാൻ തീം RKCR അടിച്ചു. ഓക്കെ, രഞ്ജിത്ത് കുമാർ CR. ഓക്കെ, അതാണ് RKCR. ഓക്കെ, അപ്പോൾ തീം RKCR എന്ന് കൊടുത്തിട്ട് ഓക്കെ അടിച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RKCR തീം ഏത് സ്റ്റൈലാണ് വേണ്ടത് നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാൻ പറ്റും. അതിൻ്റെ ഫോർഗ്രൗണ്ട് കളറ്. ഓക്കെ, ഫോർഗ്രൗണ്ട് കളർ ഏതാ വേണ്ടതെന്ന് കൊടുക്കാം. അതായത് എഴുത്തിൻ്റെ കളറ്. ഓക്കെ, നമുക്ക് വെള്ള തന്നെ എടുക്കാം, വെള്ള കളറ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനൊരു പച്ച എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ളത് അത് തന്നെ മതി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ഫോണ്ട് നമുക്ക് ഒരു ഫോണ്ടോ ഒന്നിൽ കൂടുതൽ ഫോണ്ടോ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫോണ്ട് 1 എടുത്തു. ഫോണ്ട് 1 ഞാൻ കൊടുക്കുന്നത് റോബോട്ടോ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് 6 അടിച്ചാൽ മതി, റോബോട്ടോയിലേക്ക് എത്തും. വീണ്ടും ഞാൻ ഫോണ്ട് 2 ഇവിടെ പ്ലസ് അടിച്ചിട്ട് അടുത്ത ഫോണ്ട് ഞാൻ ട്രബുച്ചറ്റ് MS എന്ന് പറയുന്ന ഫോണ്ട് എടുത്തു. 2 ഫോണ്ടേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഫോണ്ട് 1 ഫോണ്ട് 2. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഫോണ്ട് 1 ഫോണ്ട് 2 2 ഫോണ്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ലോഗോ ക്ലിക്ക് ചെയ്തു. ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കമ്പനി ലോഗോ വേണമെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ബ്രൗസ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ D ഡ്രൈവിൽ ബി ആൻ എക്സ്പേർട്ടിനകത്ത് പ്രൊഫൈൽ ഫോട്ടോ, അതിനകത്ത് എൻ്റെ കമ്പനിയുടെ ലോഗോ ഞാനിവിടേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചു. ഓക്കെ, ഇതാണ് എൻ്റെ തീമിൻ്റെ പേര് തീം RKCR. അതിൻ്റെ സ്റ്റൈൽ കണ്ട് എങ്ങനെയാണ് അതെന്നെ വൈറ്റിൽ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് നമ്മൾ സേവ് നടിക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഒരു ബോക്സ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീം സെലക്ട് ചെയ്യാം. കണ്ടോ, തീം RKCR സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ വെറും എഴുത്താണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അതിൻ്റെ തീം നമുക്ക് കണ്ടോ തീം RKCRലേക്ക് കൊടുക്കുമ്പോൾ കണ്ടോ ഫോണ്ട് കണ്ട ഇതിലേക്ക് മാറി. ഫോണ്ട് RKCRലേക്ക് അല്ലേ, ഫോണ്ട് റോബോട്ടോ എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലോവർ തേർഡ് ഏതെങ്കിലും എടുത്ത് നോക്കാം. ഇപ്പോൾ ലൈബ്രറിയിൽ നമുക്ക് ലോവർ തേർഡ്സിനകത്ത് അതെടുത്തു. സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ് 1. ഓക്കെ, അതെടുത്തിട്ട് ഇവിടെ വരയ്ക്കുന്നു. ഓക്കെ, അതാണ് സ്റ്റൈല്. കണ്ടോ, ഈ സ്റ്റൈല്. ഇതിൻ്റെ തീം ഒന്ന് മാറ്റി വയ്ക്കേ. തീം 1 2 3 ആക്കൂ. തീം RKCR ആക്കൂ. കണ്ടോ, ഒക്കെ മാറിയത് കണ്ടില്ലേ. അതായത് നമ്മുടെ ലോഗോയും വന്നു, അതുപോലെ തന്നെ നമ്മുടെ എഴുത്തിൻ്റെ സ്റ്റൈലൊക്കെ എന്തായി, റോബോട്ടോ എന്നുള്ള സ്റ്റൈലൊക്കെ ആയി മാറി. ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ഇങ്ങനെ തുടർന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും എന്തെങ്കിലും എഴുതുവാണ്. ഓക്കെ, അനോട്ടേഷൻസിനകത്ത് എന്തെഴുതി ഇതേപോലെ എന്തെങ്കിലും ഒരു ബോക്സ് വരച്ചു. തീം ഒന്ന് ചേഞ്ച് ചെയ്യാം. തീം RKCRലേക്ക് കിട്ടും. ഓക്കെ, അല്ലാതെ ഓരോ സെറ്റിങ്സും നമ്മൾ മാറ്റി വരുമ്പോഴത്തേക്ക് കുറേ സമയം നമുക്ക് പോകും. അതാകുമ്പോൾ ആ തീമിലേക്ക് ഇട്ടാൽ മതി. ഇനി അടുത്തത് ഇതിൻ്റെ അപ്ലൈ ചെയ്ത തീം നമുക്ക് വീണ്ടും ഇവിടുന്ന് തന്നെ എഡിറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നമ്മൾ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എഴുത്തിൻ്റെ കളർ വേണമെങ്കിൽ കുറച്ച് ഡാർക്ക്
ഗ്രേ ആക്കുകയോ അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുകയോ. ഓക്കെ, ഇപ്പോൾ തീം അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതെന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. അത് വേണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫോണ്ട് റോബോട്ടോ ബ്ലാക്ക് ആക്കി. പിന്നെ അടുത്ത ആ തീമിനകത്ത് തന്നെയുള്ള അടുത്ത ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ തീം സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ ഫോണ്ട് കാണാം. ഫോണ്ടിൻ്റെ അവിടെ ഏറ്റവും മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, കണ്ടോ, തീം RKCRനകത്ത് കണ്ടോ 2 ഫോണ്ട് കണ്ടില്ലേ. നമ്മൾ തീം മാനേജ് ചെയ്ത സമയത്ത് നമ്മൾ സേവ് ചെയ്ത ഫോണ്ടുകളാണല്ലോ ഇത്. അപ്പോൾ ട്രിബൂച്ചേറ്റ് MS എന്ന് പറയുന്ന അടുത്ത ഫോണ്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കണ്ടോ ഫോണ്ട് മാറി. ഓക്കെ, മാറിയത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും എഴുതി നോക്കാം. വെൽക്കം ടു ബി ആൻ എക്സ്പേർട്ട്. അല്ല, ഇപ്പോൾ ട്രിബൂച്ചേറ്റ് MS എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു തീം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങളും വരും. ഫോണ്ട് മാറ്റണമെങ്കിൽ ഇവിടെ അതിനകത്ത് തന്നെയുള്ള രണ്ടാമത്തെ ഫോണ്ട് ഇവിടെയും വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് തീമുകൾ എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് Camtasia'ക്കകത്ത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമുക്ക് ടൈം സേവ് ചെയ്യാം. രണ്ടാമത്തത് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് നമ്മളുടെ ഡിസൈനിങ്ങിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മെയിനായിട്ട് കളറുകൾ. ഓക്കെ, രണ്ടാമത്തത് ഫോണ്ട്, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പല ആൾക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പുതിയൊരു അറിവ് ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ തീം എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് ചെയ്തു നോക്കുക. ഇനി ഈ വീഡിയോസ് എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ Camtasia'യുടെ 6th പാർട്ടിലെത്തി. ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ബി ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് ബി ആൻ എക്സ്പേർട്ട് Camtasia'യുടെ പുതിയ ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും. ഓക്കെ, അതുവരേക്കും ബൈ.